ഓം ശാന്തി. ലൈഫിൽ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഒന്ന് നിർത്തിയിട്ട് തിരിച്ചു നോക്കി നമ്മളിൽ എന്താണ് മാറ്റം വരേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കണം. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാൻ എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ, എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടം മാത്രം വരുന്നത് എന്ന്. എല്ലാവർക്കും നല്ലത് ചെയ്തിട്ട് എനിക്കെന്താ കാര്യം, എനിക്കിന്നതേ വരൂ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കാര്യം നിങ്ങൾക്കറിയോ, വേറെ ആരും നിങ്ങൾ ഉപദ്രവിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളെ സ്വയം ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉപദ്രവിക്കുന്നത്? നമ്മളെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കൂ, ഞാനിതൊക്കെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം അവനവനെ ശപിക്കുകയാണ് ചെയ്യുന്നത്, അവനവനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഉപദ്രവം, ശാപം എന്നൊക്കെ പറയുന്നത്? ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെയാണെങ്കിൽ വേറൊരു വിഭാഗം ആളുകൾ എത്രയോ പേരെ കാണാം, എപ്പോഴും ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും നടക്കും. എല്ലാവരുടെ ഇടയിലും ചിലർ പറയാറുണ്ട് പൂമ്പാറ്റയെപ്പോലെ പാറി നടക്കുകയാണ്. ഇൻഡിവിജ്വലി സംസാരിക്കുമ്പോൾ പറയും, എല്ലാവരും കാണുമ്പോൾ എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, പക്ഷേ എനിക്ക് ഇന്നതായിട്ടുള്ള വിഷമങ്ങൾ ഒത്തിരിയുണ്ട്, ഞാൻ ആരെയും കാണിക്കാറില്ല. ഞാൻ ചിലപ്പോൾ ബാത്റൂമിൽ പോയി നിന്നിട്ട് കരയും, അല്ലെങ്കിൽ ആരും കാണാതെ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞു തീർക്കും, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ വിഷമമൊന്നും ആരെയും കാണിക്കാറില്ല. ഈ രണ്ട് വിഭാഗം ആളുകളെയും നിങ്ങൾ കാണാറുണ്ട്. നിങ്ങളും ഇതിലേതെങ്കിലും ഒരാളായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും ലക്ഷ്യത്തിലെത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രണ്ട് കാറ്റഗറികളിൽ ഒരാളായിരിക്കും നിങ്ങൾ എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഇതിലേതാണെങ്കിലും ചെയ്യുന്നത് സ്വയം അവനവനെ ഉപദ്രവിക്കലാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഉപദ്രവം എന്ന് ഞാൻ പറയുന്നത്? എന്നെക്കുറിച്ച് എൻ്റെ സങ്കല്പധാര എന്താണോ, എൻ്റെ ഉപബോധ മനസ്സുകളിൽ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കുന്ന വൈബ്രേഷൻ എന്താണോ, ആ വൈബ്രേഷനാണ് എന്നിലേക്കെല്ലാം കൊണ്ടുവരുന്നത്. പലപ്പോഴും ഞാൻ പലരുടെ ക്ലാസ്സുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് എന്താണോ വേണ്ടത് അതല്ല നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, നമ്മളെന്താണോ അതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളെന്താണോ എന്ന് പറയുമ്പോൾ ഞാൻ തെറ്റ് ചെയ്യുന്നില്ലല്ലോ, പിന്നെന്താണ്? നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ ഉപബോധ മനസ്സുകളെ മോശം സങ്കല്പങ്ങൾ കൊണ്ട് അവനവനെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വാക്കുകൾ കൊണ്ട്, ഇത്തരം ഫീലിങ്സ് കൊണ്ട്, അനുഭൂതികൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടത്തിൻ്റെ, നെഗറ്റീവ് ഫീലിങ്ങിൻ്റെ, ദുഃഖം അഥവാ സങ്കടം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടായിരിക്കുക. പക്ഷെ എന്ന് കരുതിയിട്ട് ദുഃഖം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടൊരു വൈബ്രേഷനാണ്. അത് തീർച്ചയായിട്ടും ആഴത്തിൽ പോയിക്കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ മുറിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെതായിട്ടുള്ള ഐഡിയാസിനെ, അതിൻ്റെതായിട്ടുള്ള ഊർജത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. നമ്മളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻ, പ്രകമ്പനങ്ങളാണ് പ്രപഞ്ചം സ്വീകരിക്കുന്നതായിരിക്കുന്ന ഊർജം. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, എന്നാൽ അതിൻ്റെ ഒരു 10 ഇരട്ടി ഊർജ്ജമാണ് നമ്മുടെ വൈബ്രേഷൻ ഉള്ളത്. അപ്പോൾ എല്ലാവരും മുന്നിലും ഞാൻ ചിരിച്ചു നിൽക്കുന്നു, അത് കഴിഞ്ഞ് എൻ്റെ റൂമിൽ പോയി ഞാൻ കരയുന്നു എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ വൈബ്രേഷൻ ഹൈലി നെഗറ്റീവാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് അവനവൻ്റെ വൈബ്രേഷനെ നെഗറ്റീവാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ നല്ല ആളാകുമ്പോഴും, നല്ലൊരു ഗിഫ്റ്റ് നല്ല പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സ്പ്രേ ദുർഗന്ധമുള്ളതായിട്ടൊരു സ്പ്രേ അടിച്ചു കൊടുത്താൽ അത് അടുത്ത് വരുമ്പോഴേ നിങ്ങൾ പറയും, ഇതിന്നാണോ ഈ നാറ്റം വരുന്നത്, എനിക്ക് ഈ ഗിഫ്റ്റ് വേണ്ട എന്ന് പറയും. അതുപോലെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യും, നല്ലതാ പറയുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ വൈബ്രേഷൻ എന്നതായിരിക്കുന്ന സുഗന്ധത്തിന് പകരം അത് ദുർഗന്ധമാണ് നിങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് നമ്മൾ തന്നെ ഹീൽ ചെയ്യണം. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് നിങ്ങളോട്, അവനവനെ ഹീൽ ചെയ്യാനുള്ളതായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡാണ് രാജയോഗ മെഡിറ്റേഷൻ്റെ സ്റ്റഡി എന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ രാജയോഗ മെഡിറ്റേഷൻ്റെ സ്റ്റഡിയിൽ മെഡിറ്റേഷൻ ടെക്നിക്കിൽ വിഷ്വലൈസേഷൻ പ്ലസ് ഓട്ടോ സജഷൻ 2 കാര്യം ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ എന്താണോ ദ റിയൽ ഞാൻ എന്നുള്ളതിനെ കാണും. ഒപ്പം അതിൽ ഓട്ടോ സജഷനിലൂടെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ തന്നെ പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുത്തുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ഗൈഡ് ചെയ്യുന്നതായിട്ടൊരു ടെക്നിക്കാണ്. ഞാൻ VK ഷീബയുടെ ഉള്ളിൽ വേറൊരു സബ് ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്, ഈസി മെഡിറ്റേഷൻ എന്ന് പറയുന്നതായിട്ടുള്ളൊരു ചാനൽ.
അതിൻ്റെ ഉള്ളിൽ 10 മിനിറ്റ് 5 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരുപാട് മെഡിറ്റേഷൻ കമൻട്രീസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊന്ന് കേട്ട് നോക്കി നോക്കൂ. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ആ സൂത്തിങ് ഫീൽ ചെയ്യും. ഓട്ടോ സജഷൻ കൂടിയാണത്. അത് ചെയ്യുമ്പോൾ തന്നെത്താൻ നമ്മുടെ ഉപബോധ മനസ്സുകളുടെ ഹീലിംഗ് നടക്കും. രണ്ടാമത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റു, നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്തു, എനർജി നിറച്ചു, ഒരു ദിവസം ആരംഭിച്ചു. പക്ഷേ രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്ത് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ ആദ്യത്തെ സ്വഭാവം പത്രവായനയാണ്. പേപ്പർ വായിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു. ഇങ്ങനെ ചില ഓഫീസുകളിലൊക്കെ ഞാൻ വണ്ടർഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട് 4-5 പേപ്പറുകൾ ഉണ്ടായിരിക്കും. ഈ പേപ്പറിലൊക്കെ ഒരേ ന്യൂസായിരിക്കും, പലതിലും ഒരേ തവണ ആവർത്തിച്ച് വായിച്ചിട്ട് വൈകുന്നേരം ചെല്ലുമ്പോൾ TV ഓണാക്കിയിട്ട് അതേ കാര്യം വിഷ്വലിലൂടെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന കുറേ ആളുകൾ നമുക്ക് കാണാം. അതിലൂടെ നിങ്ങളെ ഹൈലി നെഗറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ ഉള്ളതായിരിക്കുന്ന വ്യക്തിയാക്കി മാറ്റുകയാണ്. പുറത്തെ കാര്യം അറിയണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഏത് കാര്യം അറിഞ്ഞോളൂ ആസ് എൻ ഇൻഫർമേഷൻ. അതല്ലാതെ അതിന് വീണ്ടും വീണ്ടും കണ്ട്, അതിൻ്റെ വീഡിയോ കണ്ട്, ഷോർട്സ് കണ്ട്, പിന്നെ അത് പോരാത്തതിന് TV കണ്ട്, അവരുടെ കരയുന്നവരെ സങ്കടം കണ്ട്, ഇതൊക്കെ നിങ്ങളെന്താ ചെയ്യാന്നറിയോ? നിങ്ങളുടെ ഉള്ളിനുള്ളിലേക്ക് ഇതിനൊക്കെ അങ്ങനെ തന്നെ അങ്ങ് ഒപ്പിയെടുക്കുകയാണ്, അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് നമുക്കെന്താ വേണ്ടേ? സങ്കടമോ? നമുക്കെന്താ വേണ്ടേ? തോൽവിയോ പരാജയമോ അങ്ങനെ എന്തെങ്കിലും വേണ്ടവർ ഇതൊക്കെ ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അറിയൂ, പക്ഷേ ബാക്കി എല്ലാത്തിനും നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കണം. ഒരു അപകടം അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം, മോശമായ കാര്യം വന്നാൽ എന്തോ ആയിക്കോട്ടെ, റെഗുലറായിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും വീണ്ടും. ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾ നമുക്ക് ഒരുപാട് തരുന്നുണ്ട്. എനിക്കൊരിക്കലും അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്ര ഈസി ആയിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇത് നമ്മളെ പോസിറ്റീവായിട്ട് എത്ര സഹായിക്കുന്നു അത്ര നെഗറ്റീവായിട്ടും ചെയ്യും. നിങ്ങളൊരു ന്യൂസ് കണ്ടോളൂ, ഒരു അപകടത്തിൻ്റെ, അതേ അടുത്ത് നോക്കി അടുത്ത ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അതിൽ തന്നെ നിങ്ങളെ കൊണ്ട് ഒട്ടിച്ചു വയ്ക്കും. അതെല്ലാം കണ്ട് കണ്ട് കേട്ട് കേട്ട് സങ്കടം നിറച്ച് നമുക്കെന്ത് വേണം? അതുകൊണ്ട് എന്താണോ നമ്മുടെ വൈബ്രേഷൻ, അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മൾ മോശം കാര്യമാണ് വീണ്ടും വീണ്ടും കാണുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഒരിക്കലും ആ കാര്യം ചെയ്യരുത്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം. എന്തെങ്കിലും ന്യൂസ് കണ്ടോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. അത് കണ്ടിട്ട് വിഷമിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. ഒരു കാര്യം നടന്നു എന്നറിഞ്ഞോ, ഉടനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം ആ സമയത്ത് അവിടെയുള്ളതായിരിക്കുന്ന ദുഃഖത്തിൻ്റെ വൈബ്രേഷൻ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവർക്ക് വേണ്ടി ഈശ്വരൻ്റെ മുന്നിൽ സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ ഈ മെഡിറ്റേഷൻ, ഞാൻ ഈ സമയത്തുള്ള പ്രാർത്ഥനയുടെ ശുഭ വൈബ്രേഷൻസ് അവരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യൂ. അവർക്ക് വേണ്ടി നിങ്ങൾ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കൂ. അവർക്ക് വേണ്ടി 1 മണിക്കൂർ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കൂ. നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യൂ. അതല്ലാതെ അതിൻ്റെ ന്യൂസ് കണ്ട് കണ്ട് സ്വയം താഴ്ന്നു പോവരുത്. വൈബ്രേഷൻ വളരെ ലോ ലെവലെത്തും. ഇന്നത്തെ ലോകത്തിനൊരവസ്ഥയനുസരിച്ച് എന്നും ഏത് ചാനലെടുത്ത് നോക്കിയാലും നമുക്ക് ഒരുപാട് ന്യൂസ് ചാനൽസിൽ പോയാൽ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളുടെ ലിസ്റ്റാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ കയറണ്ട. നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ കാണണോ കണ്ടോ, മെയിൻ ലൈൻ വായിച്ചോ. വിശദമായി വായിച്ചിട്ട് എന്ത് കിട്ടാനാ? കാണേണ്ട കാര്യമുണ്ടെങ്കിൽ, കേൾക്കേണ്ട കാര്യമുണ്ടെങ്കിൽ, പഠിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അതും. യൂട്യൂബിൻ്റെ ഒരു വിശേഷത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിങ്ങളെന്താണോ അത് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാൻ പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണുന്നതെങ്കിൽ അതിനനുബന്ധമായിട്ട് അതേ ടോപ്പിക്കിൽ അഗെയിൻ അടുത്ത ലെസൺസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എന്തൊരു സുഖമാണ് നമുക്ക് പഠിക്കാനും. അത് തന്നെ കാണിച്ചു തരും. നിങ്ങൾ തെരഞ്ഞൊന്നും പോകണ്ട. ഒരു വീഡിയോ കാണാൻ തുടങ്ങി കണ്ടിന്യൂഡ് ആയിട്ട് ഇതേപോലുള്ളതായിട്ടുള്ള ക്ലാസ്സുകൾ തരുന്ന ഒരുപാട് പേരുടെ വീഡിയോസ് വരും. അത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിലേക്ക് തരികയാണ്. നമ്മൾ കാണുന്നത് മോശമാണെങ്കിൽ അത് മോശം തരും, നമ്മൾ നല്ലതാണെങ്കിൽ നല്ലത് തരും. നല്ലതിനെ കാണുക, നല്ലതിനെ കേൾക്കുക, നമ്മുടെ മനസ്സിലേക്ക് നല്ലതിനെ നിറയ്ക്കുക. ഒരു ദിവസത്തിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്ത് നമ്മുടെ ഡെയിലി റൂട്ടീന് വേണ്ടി രാവിലെ ഇത്ര മണിക്ക് ജോലിക്ക് ഇറക്കണം, ഇത്ര മണിക്ക് എൻ്റെ ലഞ്ച് ബ്രേക്കാണ്, ഇത്ര മണിക്ക് എൻ്റെ വർക്ക് തീർക്കണം, വൈകുന്നേരം വരണം, ഇന്നത് വാങ്ങിക്കൊണ്ടുവരണം, വീട്ടിൽ വന്ന ശേഷം ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാളാണെങ്കിലും രാവിലെ മുതൽ രാത്രി വരെ എൻ്റെ ഡെയിലി റൂട്ടീന് വേണ്ടി നമ്മൾ ടൈം ടേബിൾ ഇല്ലാത്ത ഒരാളും ഉണ്ടായിരിക്കില്ല. ടൈം ടേബിൾ എഴുതി വെച്ചില്ലേ, അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിന് വേണ്ടി ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. നമ്മൾ വണ്ടി ഓടിക്കുകയായിരിക്കും, എൻ്റെ മനസ്സ് എവിടേക്കൊക്കെ ഓടുന്നുണ്ടെന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. മനസ്സിന് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കൂ.
വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഏത് ടൈപ്പ് തോട്ട് കൊണ്ടുവരണം എന്ന് ചിന്തിക്കൂ. കർമ്മയോഗ ബ്രഹ്മകുമാരിസിൽ പഠിപ്പിക്കുന്ന ഒരു മഹാൻ വിദ്യയാണ്. വണ്ടി ഓടിക്കുമ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് ഈശ്വരൻ്റെ കൂട്ടുകൂടി ഓടിക്കുകയാണെങ്കിൽ ഒന്ന്, നിങ്ങൾക്ക് അപകടം ഉണ്ടാവില്ല. രണ്ടാമത്, നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് ശാന്തമായിരിക്കും, ശക്തി നിറഞ്ഞു കിട്ടും. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭഗവാനെ കൂട്ടുകാരനാക്കിക്കൊണ്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ ആ കർമ്മയോഗം നിങ്ങളുടെ കർമ്മത്തെ സഹജമാക്കുകയും സക്സസ് തരുകയും ചെയ്യും. അതിൻ്റെ ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങൾക്ക് സാധിക്കും. ഈ രീതിയിൽ മനസ്സിൻ്റെ ചിന്തകൾ ഏത് സമയത്തെന്തു വേണം എന്നതിനെക്കുറിച്ചൊരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും അതിൽ അവെയറാവുകയും അതിന് വേണ്ട സമയത്ത് ഇന്ന തോട്ട് എന്നുള്ളത് ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിന് കൂടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ ഒരു 7 ദിവസം ജീവിച്ചു നോക്ക്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാജിക്കലായിട്ടുള്ള ചേഞ്ച് നടക്കും. കാരണം മനസ്സിലെ ചിന്തകളെ റെഗുലറായിട്ട് മാറ്റാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈലി നെഗറ്റീവിൽ നിന്ന് ഹൈലി പോസിറ്റീവിലേക്കാകും. വളരെ പവർഫുൾ പോസിറ്റീവ് വൈബ്രേഷൻ ഒരാളാവും. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ചോദിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ. ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ, ഒരു ഓഫീസറാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഒരാളടുത്ത് നിങ്ങൾ വരികയാണെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു സരളമായൊരു പ്രവാഹം പോലെ ജീവിതത്തെ കൊണ്ടുപോകാൻ വൈബ്രേഷനെ പോസിറ്റീവാക്കിയാൽ സാധിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. എന്നും സന്തോഷത്തിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതം നിങ്ങൾക്കാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ലൈഫ് സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി.